ചേച്ചി ഞാൻ മൈനിങ് എഞ്ചിനീയറിംഗ് ചെയ്തത്. അപ്പോൾ എൻ്റെ അച്ഛന് ഒരു മോഹം ഉണ്ടായിരുന്നു, മകള് ഡോക്ടറാക്കണമെന്നും മകനെ എഞ്ചിനീയർ ആക്കണമെന്നും. അപ്പം ചേച്ചി പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. ചേച്ചി അത്ലറ്റിക്സിലൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ചേച്ചി ഓൾറൗണ്ടർ ആയിരുന്നു ബേസിക്കലി. അപ്പോൾ ചേച്ചി അങ്ങനെ വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പം എന്താണ് വെറ്റിനറി ഡോക്ടർ, അപ്പോൾ ഡോക്ടറാണല്ലോ. പിന്നെ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 12ാം ക്ലാസ് പാസ്സാകുന്നത്. അപ്പം എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ അറിയാം എഞ്ചിനീയറിംഗിൽ ഒരുപാട് പഠിക്കാനുണ്ട്, എന്നെ കൊണ്ട് നടക്കില്ല. അപ്പോൾ പക്ഷേ അച്ഛൻ്റെ മോഹം സാധിക്കുകയും വേണം. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ സീനിയേഴ്സ് ഫസ്റ്റ് ഇയറിൽ ഡ്രോയിങ് ബോർഡും മറ്റേ ഡ്രാഫ്റ്ററൊക്കെ പിടിച്ചിങ്ങനെ പോകുന്നതാകുമ്പോൾ അതിൽ എനിക്കൊരു കുറച്ചൊരു ഇതുണ്ട്. അപ്പോൾ നമ്മളൊരു നോർമൽ ഡിഗ്രി BSc BA എടുക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്ററും ഡ്രോയിങ് ബോർഡും പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എനിക്ക് അതായിരുന്നു ക്രേസ്. ആ ഒരു അപ്പോൾ ജാട എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞങ്ങളുടെ കോളനിയിൽ തന്നെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ജാടയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം, ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനോർത്തു മൈനിങ് കുറച്ച് ഈസിയാണ്. അപ്പം മൈനിങ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ മൈനിങ് തന്നെ പിടിച്ചു പോങ്ങി. എന്നിട്ട് പിന്നെ മൈനിങ്ങിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് മൈനിങ്ങും ഈസി അല്ല, അതും ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പാസ്സായി. ഞാൻ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ പാസ്സായി. പിന്നെ എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്നത് ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ഹൈദരാബാദ് ബേസ്ഡാണ്. അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, അവിടെ എനിക്ക് ജോലി കിട്ടി. ഹൈദരാബാദ് അല്ലായിരുന്നു ജോലി, എന്നെ പോസ്റ്റ് ചെയ്തത് റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ബീഹാറീസ്, ഇപ്പോൾ റാഞ്ചി ജാർഖണ്ഡിലാണ്, അന്ന് ബീഹാർ ഒരേ സ്റ്റേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ റാഞ്ചി ഒരു എന്താണ് ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ ലോണാവലയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ലോണാവല പോലത്തെ ഒരു സ്ഥലമായിരിക്കും, അപ്പോൾ അടിപൊളി നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റാഞ്ചിയിലെത്തി. റാഞ്ചിയിൽ ഓഫീസ് കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും അന്നത്തെ എൻ്റെ ബോസ് അവിടുത്തെ പറഞ്ഞത്, റാഞ്ചിയിലല്ല, ഇവിടുന്ന് 40 കിലോമീറ്റർ ദൂരെ രാംഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ബസ് കയറി രാംഗഡിലേക്ക് പോകുന്നു. ഈ രാംഗഡ് എന്ന് പറഞ്ഞ സ്ഥലം, ഞാൻ ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ.